നമസ്കാരം, ഞാൻ പാർവതി. ഓർമ്മകൾ എന്നെ നിലനിർത്തി, കാറ്റും മഴയും എന്നെ തളർത്തിയില്ല. ഞാൻ നടന്നു, ഞാൻ എത്തി. ശ്രീകലാ വിജേഷിന്റെ കാറ്റിനെയും മഴയെയും കടന്ന് എന്ന ബാല്യകാല സ്മരണകൾ. ഓർമ്മകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു ജീവിതയാത്ര. പണ്ട് എഴുത്തുകാരി സ്കൂളും വിട്ട് വന്ന ഉടനെ അമ്മയോട് സ്കൂളിൽ നടന്ന എല്ലാ സംഭവങ്ങളും പറയുകയായിരുന്നു. തനിക്ക് കഥ കേൾക്കാൻ എന്നതിലുപരി കഥ പറയാനായിരുന്നു ഏറെ ഇഷ്ടം. മുത്തച്ഛൻ എന്ന മൺമറയാത്ത ഓർമ്മകളും അതുപോലെ തന്നെ എഴുത്തുകാരിയുടെ ചുറ്റുമുണ്ടായിരുന്ന ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുമാണ് ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതില് 12 അധ്യായങ്ങളാണുള്ളത്. അതായത് കണക്കിനെ വെറുത്ത ദിവസം, കരിമ്പനയിലെ യക്ഷി തുടങ്ങിയവ. ആദ്യം തന്നെ കണക്കിനെ വെറുത്ത ദിവസം എന്നത്, അതായത് എഴുത്തുകാരി ഒരു ദിവസം കണക്ക് പരീക്ഷ എഴുതിയായിരുന്നു. അപ്പൊ കണക്ക് ടീച്ചർ പറഞ്ഞു, ആരെങ്കിലും പേപ്പർ കീറരുത് എന്ന്, കീറിയിട്ടുണ്ടെങ്കിൽ നല്ല അടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ എഴുത്തുകാരിയുടെ പേപ്പർ കുറച്ചൊന്ന് കീറിപ്പോയി. വിറയാർന്ന കൈകളോടെ അവൾ ടീച്ചറെ കാണിച്ചു. ഇത് ടീച്ചർ കവിളത്തൊരൊറ്റ അടി. പക്ഷേ അവളുടെ കവിളത്തായിരുന്നില്ല അത് വേദനിപ്പിച്ചത്, അവളുടെ മനസ്സിലായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് ആ സംഭവത്തെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമില്ല, മറിച്ച് ഒരു നല്ല അധ്യാപികയാകാൻ സഹായിച്ച ഒരു ജീവിത പാഠമായാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ആ പാഠം പഠിപ്പിച്ച നിഷ ടീച്ചറോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അങ്ങനെ പറയാൻ കാണിച്ച മനസ്സിനെ നമ്മൾ എന്തായാലും അഭിനന്ദിക്കേണ്ടതാണ്. പുതുതലമുറയിലെ കുട്ടികൾ വായിക്കേണ്ട ഒരു നല്ല പുസ്തകം തന്നെയാണ് ഇത്. രണ്ടാമത്തത് എന്ന് വെച്ചാല് മുത്തച്ഛൻ എന്നൊരു പുസ്തകം എന്നത്. മുത്തച്ഛനായിരുന്നു എഴുത്തുകാരിക്ക് എല്ലാം. മുത്തച്ഛനൊരു കടയുണ്ടായിരുന്നു. മുത്തച്ഛന്റെ പുട്ടും അതുപോലെ തന്നെ കറിയും നാട്ടിൽ പ്രസിദ്ധമാണ്. മുത്തച്ഛനൊരു സ്വഭാവമുണ്ട്. വിശന്നു വരുന്ന ആരുമായിക്കോട്ടെ, കയ്യിൽ പണമില്ലാത്തവരോ പണക്കാരനോ ആയിക്കോട്ടെ, എല്ലാവർക്കും വയറ് നിറയെ ഭക്ഷണം കൊടുക്കും. ഇങ്ങനെയുള്ള മനസ്സിനെയാണ് നമ്മൾ ഒരു ജീവിത പാഠമാക്കേണ്ടത്. അടുത്തത് സാഫിയ ഇത്ത. അത് വളരെ രസകരമായിട്ടുള്ള ഒരു അധ്യായമാണ്. അതായത് എഴുത്തുകാരിയുടെ ചെറിയമ്മയാണ് സാഫിയ ഇത്തയ്ക്ക് കത്തുകൾ വരുമ്പോൾ കത്ത് വായിച്ചു കൊടുക്കുന്നത്. സാഫിയ ഇത്തയ്ക്ക് വായിക്കാൻ അറിയില്ല, അത് തന്നെ കാരണം. എന്നാൽ ഒരാളുടെ പേഴ്സണൽ കാര്യം അറിയാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ചെറിയമ്മ. ചെറിയമ്മ തീരുമാനിച്ചു സാഫിയ ഇത്തയ്ക്ക് അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. ഇതിൻ്റെ അകത്ത് എഴുത്തുകാരി ഉദ്ദേശിക്കുന്നത് മറ്റൊരാളുടെ ആശ്രയം തേടാതെ നമ്മൾക്ക് എത്രത്തോളം പറ്റും അത് നമ്മൾ ചെയ്യുക, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നമ്മൾ എല്ലാ കാര്യവും ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു അധ്യായമാണ് ഇത്. പിന്നെ സത്യൻ സാർ എഴുതിയ കത്ത് എന്നത്. ഒരിക്കല് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ആ ഒരു കാലഘട്ടത്തില് ക്ലാസ് ടെസ്റ്റിന് ഭയങ്കര പേടിയായിരുന്നു ഈ ശ്രീകല ടീച്ചർക്ക്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇരുന്നിട്ട് പഠിച്ചോളാം, ഞാൻ ശരിക്കുമുള്ള പരീക്ഷയായ സ്കൂളിൽ പോയിക്കോളാം. അങ്ങനെ പഠിച്ചു. അപ്പോൾ സത്യൻ സാർ എന്നൊരു സാറുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ മാഷ് കത്തയച്ചു, നീ എന്താ വരാത്തത് ക്ലാസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മക്ക് വെപ്രാളായി, ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്താല് പരീക്ഷയ്ക്ക് മാർക്ക് കുറയല്ലോ എന്ന്. എന്നാൽ എഴുത്തുകാരി സ്വന്തം ആത്മധൈര്യം വെച്ചിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പഠിച്ചു പ്രധാന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അത്ഭുതം എന്ന് പറയാം, ക്ലാസ്സിലെ ഒന്നാമനായിരുന്നു ശ്രീകല. ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് ആത്മധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം എന്നതാണ്. അടുത്തത് പരാജയങ്ങളിൽ നിന്ന് ക്ലാസ് മുറിയിലേക്ക് എന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതായത് ഈ എഴുത്തുകാരിക്ക് ടീച്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം.
ഒരുപാട് പരാജയങ്ങള് എഴുത്തുകാരി നേരിട്ടിട്ടുണ്ട്. എന്നാലും പരാജയങ്ങളൊക്കെ മറികടന്ന് വിജയത്തിലേക്ക് എത്തുകയായിരുന്നു എഴുത്തുകാരി. എനിക്കും ഒരു ടീച്ചർ ആവണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോ നമുക്ക് ഇങ്ങനെ ടീച്ചർ ആവണം ഇത് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ, അത് നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതായിത്തീരും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു അധ്യായമാണ് ഇത്. അങ്ങനെ ഇതിൻ്റെ അകത്ത് പിന്നെ കുറച്ച് അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ സ്കൂളിനെ പറ്റിയിട്ടാണ്. സ്കൂളിലെ ഒരു കുട്ടിയെ പറ്റിയിട്ടും അവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ്. എന്തായാലും ഇതിലെ ഓരോ അധ്യായങ്ങളും നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ തരുന്നുണ്ട്. എന്തായാലും എഴുത്തുകാരിക്ക് ശ്രീകലാ വിജേഷിന് ഇനിയും ഒരുപാട് കഥയും നോവലുകളും ഒക്കെ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മൺമറയാത്ത ബാല്യകാല സ്മരണകൾ തന്നെ. നന്ദി.